നാടിനെ നടുക്കിയ താനൂർ ബോട്ട് ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. 2023 മെയ് 7-നാണ് മലപ്പുറത്തെ താനൂർ തൂവൽ തീരം കണ്ണീർ തീരമായത്. 22 ജീവനുകൾ പൊലിയുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ദുരന്തം താനൂറുകാർക്ക് ഇന്നും നീറുന്ന ഓർമ്മയാണ്. വീട്ടിൽ നിന്ന് 11 പേര് പോയിട്ട് അതിൻ്റെ വേദനയിൽ തന്നെ ഇപ്പോൾ ഉള്ളത് നമ്മൾ. ഈ അധികാരികൾ തന്നെ കണ്ണ് ചിമ്പി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല, ഇതിൻ്റെ അപ്പുറം നടക്കൂല. നമ്മൾ കുട്ടികളില്ല, ഭാര്യയില്ല, അതേമാതിരി നമ്മൾ അനിയനിക്ക് ഭാര്യയില്ല, കുട്ടികളില്ല, നമ്മൾ ഉമ്മാൻ്റെ കാലാവസ്ഥയില്ല. ആ മോഹൻലാലിനെ തീരെ വിടാൻ പാടില്ല, കാരണം പൈസൻ്റെ മുങ്കിലാണ് അവൻ വലിച്ചത്. കടലോളം സന്തോഷങ്ങളുമായി ആരംഭിച്ച യാത്രയാണ്. പക്ഷേ അത് അവസാനിച്ചത് തീരാത്ത കണ്ണീരിന്റെ തിരമാലകൾ തീർത്ത്. അറ്റ്ലാന്റിക് ബോട്ടിലെ ആ അവസാന യാത്രയിൽ അന്ന് പൂരപ്പുഴയുടെ ആഴങ്ങളിൽ പൊലിഞ്ഞത് 22 ജീവനുകൾ. മരണം രംഗബോധമില്ലാത്ത കോമാളിയായപ്പോൾ തണുത്തുറഞ്ഞത് 8 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞടക്കം 15 കുട്ടികൾ. അന്നു മുതൽ കുടുംബമെന്ന വാക്കുപോലും പലർക്കും അന്യമായി. ഈ ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ലാത്തതും, പിന്നെ അതേമാതിരി 6 മണിക്ക് ശേഷം ബോട്ടെടുത്ത് ഓടിയതും, ഇതൊക്കെ ആരാ നോക്കാനുള്ളത്? പിന്നെ നമുക്ക് ഭയങ്കര വേദന വന്നതെന്ന് പറയാം, ഇവർ 4 പേരും ഇവരെ തടി സലാമത്തായിക്ക് നീന്തി പോയി. ആ 4 പേരിൽ നിന്ന് 4 പിള്ളേരെടുത്ത് നീന്താണ്ടെങ്കിൽ ഇന്ന് ആ ഭരണസംഖ്യ കുറക്കാം. വിളിച്ചു വരുത്തിയ ദുരന്തമായിരുന്നു അത്. അധികാര കേന്ദ്രങ്ങൾ കൂട്ടുനിന്നപ്പോൾ മത്സ്യബന്ധന ബോട്ട് ഉല്ലാസ ബോട്ടായി മാറി. 24 പേർക്ക് സഞ്ചരിക്കാൻ ശേഷിയുള്ള ബോട്ടിൽ അന്നുണ്ടായിരുന്നത് 40-ലധികം ആളുകൾ. തിരമാലകളെ ഭേദിച്ച് മുന്നേറുന്ന തീരദേശത്തെ മക്കളായിരുന്നു കൂടുതലും. പക്ഷേ പൂരപ്പുഴയുടെ ആഴങ്ങളിലേക്ക് അവർ ആണ്ടുപോകുമ്പോൾ ബോട്ടിന്റെ ഇടുങ്ങിയ ഒറ്റവാതിലിലൂടെ പുറത്തു കടക്കാനാകാതെ അവർ മരണത്തിന് കീഴടങ്ങി. ഓടിയെത്തിയവർ പോലും നിസ്സഹായരായി. കാരണം പിഞ്ചു കുഞ്ഞിനടക്കം ഞാനൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്ലാസ് കുത്തിപ്പൊട്ടിച്ചിട്ട് എടുക്കുമ്പോൾ ഒരു ജീവൻ പോലും ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളൊരു വേദന വല്ലാതെ മനസ്സിനായിത്തുന്നുണ്ട്. കാരണം ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും ബോട്ട് മുങ്ങിപ്പോയി. താനൂരിലെ ഈ പൂരപ്പുഴ കണ്ണീർ പുഴയായിട്ട് ഒരാണ്ട് പിന്നിടുന്നു. പക്ഷെ ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ജീവൻ രക്ഷപ്പെട്ടിട്ടും ജീവിതത്തോട് മല്ലിടുന്ന കുറെ മനുഷ്യരുണ്ട്. അവർക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത ചികിത്സാ സഹായങ്ങൾ എന്നാണ് ലഭിക്കുക? ഈ മനുഷ്യനിർമ്മിത മഹാദുരന്തത്തിന്റെ ഉത്തരവാദികൾ എന്നാണ് ശിക്ഷിക്കപ്പെടുക? നഷ്ടമായ 22 ജീവനുകൾക്ക് എന്നാണ് നീതി ലഭിക്കുക? ഇതിനുത്തരങ്ങൾ പറയേണ്ടത് അധികാരികൾ തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.